ഏറ്റവും പവിത്രമായ, അതിലുപരി പടച്ച റബ്ബ് തൻ്റെ അടിമകൾക്ക് 10ഓളം നേട്ടങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു മാസത്തിലാണ് നാം ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. മനുഷ്യനാണല്ലോ ജീവിതത്തിലുടനീളം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ആഗ്രഹിക്കാതെ ഒരു മനുഷ്യരും ഉണ്ടാവുകയില്ല. സാമ്പത്തികമാവട്ടെ, ശാരീരികമാവട്ടെ, ആത്മാവിനെ സംസ്കരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും എല്ലാവിധ മേഖലകളിലും ഒരു മനുഷ്യൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ആ വ്യക്തിയാണ് തീർച്ചയായും ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രതകൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ ആരെങ്കിലും ആദരിച്ചാൽ അല്ലാഹു അവനിൽ 10 മഹത്വങ്ങൾ കൊണ്ട് ആദരിക്കുമെന്നാണ്. ആരെങ്കിലും ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ സൂറത്തുൽ ഫജ്ർ പതിവാക്കിയാൽ, ഒറ്റ തവണ പെറുടെ വെച്ച് ഒരു തവണയെങ്കിലും സൂറത്തുൽ ഫജ്ർ നിങ്ങൾ ഓതിയാൽ 10ഓളം നേട്ടങ്ങൾ അല്ലാഹു അവൻ്റെ ജീവിതത്തിൽ ഫ്രീ ആയി നൽകുകയാണ്. ഏതാണ് ആ 10 നന്മകൾ, അല്ലെങ്കിൽ തൻ്റെ അടിമയ്ക്ക് അല്ലാഹു ഫ്രീ ആയി കൊടുക്കുന്ന ആ 10 നേട്ടങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? 1 ആയുസ്സിൽ ബർക്കത്ത്, 2 സമ്പത്തിൽ ബർക്കത്ത്, 3 കുടുംബത്തിൻ്റെ സംരക്ഷണം പടച്ച റബ്ബ് ഏറ്റെടുക്കുകയാണ്, 4 ചെയ്യുന്ന ഓരോ നന്മകൾക്കും ഇരട്ടി പ്രതിഫലം, 5 മനുഷ്യ സാഹചര്യങ്ങളാൽ പല പോലെ കൂമ്പാരം കൂടി കിടക്കുന്ന നിങ്ങളുടെ പാപങ്ങൾ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടു തരും, 6 മരണപ്പെട്ടു പോകുമ്പോൾ നിങ്ങളുടെ മരണവേദന പടച്ച റബ്ബ് ലഘൂകരിച്ചു തരും, 7 ആരാരുമില്ലാത്ത ഖബർ എന്ന ഇരുട്ടറയുടെ ലോകത്ത് ഏകാന്തതയുടെ നേരത്ത് പ്രകാശപൂരിതമായി നിങ്ങളുടെ ഖബറുകളെ അള്ളാഹു പ്രകാശിപ്പിക്കപ്പെടും, 8 നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന സമയത്ത് തിന്മകളേക്കാൾ നന്മയുടെ കിതാബ് അല്ലെങ്കിൽ നന്മയുടെ ഗ്രന്ഥം തുലാസിൽ തൂക്കം വർദ്ധിക്കും, 9 നരക രക്ഷ കിട്ടി, 10 സ്വർഗത്തിൽ ഉന്നതമായൊരു സ്ഥാനം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയാണ്. ഒന്നുമില്ല, ഒരു പുതിയ സിനിമ റിലീസായാൽ അതുപോലെ ഷെയർ ചെയ്യാൻ അവസരം ഒരുക്കുന്ന നമ്മൾ ഈ ഒരു നന്മയെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം എത്രയാകുന്നു? അളക്കാവുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയി സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഈ 10 ദിവസങ്ങളിൽ ഇത് ഓതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഈ നന്മയെ എത്തിക്കാൻ ഒരു ആവേശം കാണിക്കുക ഇൻഷാ അല്ലാഹ്.